ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കിളിമരത്തുകാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ എന്താ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എടുത്തു പറയാൻ നിങ്ങൾ കണ്ടോ, ഇതാണ് ശിംശിബ വൃക്ഷം. ഇതെന്താണെന്ന് പലർക്കും മനസ്സിലാവുമായിരിക്കും. നമ്മളെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച വൃക്ഷമാണിത്. അവിടുത്തെ പ്രസിഡന്റ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ശിംശിബ വൃക്ഷത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. എനിക്കത് ഒരുപാട് അതിശയം തോന്നി കേട്ടോ. ആ വൃക്ഷം അതിൽ ചുമന്ന പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഇത് വന്ന് നേരിട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ ഒരു ഭംഗിയും. നമുക്ക് ഇതൊക്കെ പുരാണങ്ങളിൽ കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കാം, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മുന്നേ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അല്ലെങ്കിൽ വീഡിയോ പിടിക്കാൻ അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, ബാക്കി കാര്യങ്ങൾ, പിന്നെ കുറേ തുളസിയും കുറേ ചെടികളും കാണുന്നു, തിരിച്ചു വരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സംഭവമാണ് ഈ കമണ്ടൽ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഞാൻ പറയാം. പണ്ടത്തെ ഋഷിവര്യന്മാർ അവരുടെ പൂജയ്ക്കായിട്ട് വെള്ളം ശേഖരിച്ച് വയ്ക്കുന്ന ഒരു കുടുക്ക കണക്ക്, അത് ഉണങ്ങുമ്പോൾ കുടുക്ക കണക്കോ തേങ്ങ കണക്കോ അങ്ങനെ എന്തോ ആവും. ആ സംഭവമാണ് ഈ കമണ്ടലോ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ കാഴ്ചകൾ ഞാൻ പറയാൻ വാക്കുകളില്ല. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. രുദ്രാക്ഷം കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ രുദ്രാക്ഷം ഏതെങ്കിലും അമ്പലങ്ങളിൽ? ഈ അമ്പലങ്ങളിൽ എന്താ പറയുക, ഈ അമ്പലത്തിലോട്ട് കയറുന്നത് ഭക്തിയും സമാധാനം, ഒരു പീസ്ഫുൾ മൈൻഡാണ് നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ. പിന്നെ ഈ ചെടികളുടെയും സസ്യജാതികളുടെയും മണവും, ഒരു വയലിൻ്റെ കരയ്ക്കാണ് ഈ അമ്പലം. അവിടെ നിന്നുള്ള കാറ്റും മനോഹരമായ ഉള്ളിലേക്കുള്ള കാഴ്ചകളും കുളത്തിൽ നിന്ന് അടുക്കുള്ള അമ്പലം ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാലേ ഇത് മനസ്സിലാവും. മാത്രമല്ല ഒരുപാട് പൂജകൾ, എല്ലാ മാസവും പ്രത്യേകം പൂജകളും എല്ലാ പൂജകളും നടക്കുന്ന ഒരു അമ്പലമാണ്. പിന്നെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എന്നെ അതിശയപ്പെടുത്തിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ കർപ്പൂരം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കർപ്പൂരം മണത്ത് നോക്കണത് കേട്ടോ, കർപ്പൂരം കാണുന്നത്. ഞാൻ അതിശയപ്പെട്ടു. അതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മൂക്കിൻ്റെ തുമ്പിലുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ അമ്പലത്തിൽ തീർച്ചയായിട്ടും സന്ദർശിക്കണം. ഈ ഒരു മിനി വ്ളോഗിലൊന്നും അവസാനിക്കുന്നതല്ല ഈ അമ്പലത്തിനുള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും. ശേഷം ഞാൻ വലിയ വീഡിയോ ആയിട്ട് എല്ലാം വിശദമായിട്ടും ഇനിയുള്ള വീഡിയോകളിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇവിടെ സന്ദർശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.